കഴിഞ്ഞ 2 ഭാഗങ്ങളിലായി കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദ്വിജശ്രേഷ്ഠന്മാരുടെ അനുമതിയോടുകൂടി ഭഗവാൻ പൃഥു മഹാരാജാവിനോട് പറയുകയാണ്, ദ്വിജശ്രേഷ്ഠന്മാരുടെ അനുമതിയോടുകൂടി ശാസ്ത്രവിധി പ്രകാരം അനുഷ്ഠിക്കുന്ന പ്രജാപരിപാലനം എന്ന മുഖ്യധർമ്മവും മറ്റുള്ള ധർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ അങ്ങേക്ക് അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങൾ സ്വാഭാവികമായും അനായാസമായും വന്നു ചേരും. ഇപ്പം നമ്മുടെ ധർമ്മം, സ്വധർമ്മം, സ്വഭാവം നമ്മൾ അനുവർത്തിച്ചാൽ അർത്ഥകാമങ്ങൾ സ്വാഭാവികമായിട്ടും അനായാസമായിട്ടും വന്നു ചേരും. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഈ പ്രയത്നം ആവശ്യമായി വരുന്നത് സ്വസ്വഭാവാനുസൃതമായ പ്രവർത്തികളിൽ ഏർപ്പെടാത്തത് കൊണ്ടാണ്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അങ്ങ് പ്രജകൾക്ക് പ്രിയങ്കരനായ ഭരണാധിപനായി ഭവിക്കും. പ്രജകളൊക്കെയും അങ്ങയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അധികം താമസിയാതെ തൻ്റെ ഗ്രഹത്തിന് സമീപത്ത് വെച്ച് സിദ്ധന്മാരായ സനകാദി മുനിമാരെ കണ്ടുമുട്ടും. അവർ അങ്ങേക്ക് മോക്ഷധർമ്മം ഉപദേശിച്ചു തരും. അപ്രകാരം അങ്ങേക്ക് പരമപുരുഷാർത്ഥവും സിദ്ധിക്കും. മാനവരാശിയിൽ വെച്ച് ഉത്തമനായ മഹാരാജാവേ, ഞാൻ അങ്ങയുടെ ശ്രേഷ്ഠ ഗുണങ്ങളാലും സ്വഭാവ വൈശിഷ്ട്യത്താലും സന്തുഷ്ടനായിരിക്കുന്നു. യാഗാദി കർമ്മങ്ങൾ കൊണ്ടോ കഠിനമായ യോഗാഭ്യാസം കൊണ്ടോ എന്നെ പ്രാപിക്കാൻ പ്രയാസമാണ്. സമദർശിയും സമചിത്തതയുള്ളവനുമായ അങ്ങ് എന്നിൽ നിന്ന് അഭീഷ്ടവരം വരിച്ചാലും. അപ്പോൾ യോഗസാധനകൾ കൊണ്ടോ മറ്റ് യാഗാദി കർമ്മങ്ങളോ കൊണ്ടോ ഒന്നും ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല. അത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അനായാസകരമായിട്ടുള്ളത് എന്താണ്? സ്വധർമാനുഷ്ഠാനത്തിലൂടെ. ഇപ്പം ഈ ഭാഗം ഇത് ഒരുപാട് പ്രാവശ്യമായി ഈ ഭാഗവതത്തിൽ ആവർത്തിക്കുന്നു. ഇപ്പം ഇതിലൂടെ ഭാരതീയ മഹർഷീശ്വരന്മാര് ജീവിത നിരാസമല്ല നമുക്ക് പറഞ്ഞു തന്നത്, ജീവിക്കുവാനാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ സ്വത്വത്തെ കണ്ടുപിടിച്ച് അത് ജീവിതയാത്രാ മധ്യത്തിൽ വാസ്തവത്തിൽ വെളിപ്പെട്ടു വരുന്നതാണ്. അവധാനതയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ഏതൊരാൾക്കും ജീവിതയാത്രാ മധ്യത്തിൽ തൻ്റെ ധർമ്മം എന്താണ് എന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അതിന് അവരവരോടൊപ്പം കുറച്ച് നേരം ഇരുന്നാലും മതി, അവരവരെ മനസ്സിലാക്കിയാലും, അതായത് അനാദര യോഗാഭ്യാസത്തിലൂടെയും അത് സാധിക്കും. അതല്ലെങ്കിൽ അവധാനതയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിച്ചാലും ഇത് നമുക്ക് മനസ്സിലാവും. ജീവിതത്തിലൂടെയാണ് പരമപദത്തിലേക്ക് എത്തേണ്ടത്. ജീവിത നിരാസം അല്ല ഇവിടെ നമ്മളെ പറഞ്ഞുദ്ബോധിപ്പിക്കുന്നത്, ജീവിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഭഗവാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈത്രേയ മുനി നാരദരോട് തുടർന്ന് പറയുകയാണ്. മൈത്രേയ ഉവാച, മൈത്രേയ മുനി പറഞ്ഞു, സകല ലോക ഗുരുവും സമസ്ത ലോകങ്ങളിലും തൻ്റെ ആജ്ഞയെ പ്രാവർത്തികമാക്കുന്നവനുമായ ശ്രീഹരിയുടെ ഈ വിധത്തിലുള്ള കൽപ്പനയെ ലോകം മുഴുവനും സ്വശക്തിയാൽ കീഴടക്കിയിരിക്കുന്ന പൃഥു മഹാരാജാവ് ശിരസ വഹിച്ചു. സകല ലോക ഗുരുവും, ഗുരു എന്നുള്ള വാക്കിന് വെളിച്ചം എന്നൊരർത്ഥവും കൂടിയുണ്ട്, പ്രകാശം എന്നും കൂടി അർത്ഥമുണ്ട്. ഈ ലോകത്തിന് മുഴുവൻ പ്രകാശമായി വർത്തിക്കുന്ന ആളാണ് ഭഗവാൻ. പ്രകാശം വഴികാട്ടിയും കൂടിയാണ്. അപ്പൊ മുന്നോട്ട് പോകുവാനുള്ള വഴി ഓരോന്നിനും കാണിച്ചു തരുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സകല ലോക ഗുരു എന്ന് വിളിക്കുന്നത്. അദ്ദേഹമാണ് ലോകഗുരു. ലോകത്തെ മുഴുവൻ മുന്നോട്ട് നയിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. സമസ്ത ലോകങ്ങളിലും തൻ്റെ ആജ്ഞയെ പ്രാവർത്തികമാക്കുന്നവനുമായ ശ്രീഹരി വെറുതെ തീരുമാനങ്ങൾ എടുക്കുക അല്ല ചെയ്യുന്നത്, ആ തീരുമാനങ്ങളെ നടപ്പിലാക്കുകയും കൂടിയാണ് ശ്രീഹരി ചെയ്യുന്നത്. ഇവിടെ ഓർമ്മ വരുന്നത് ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമമാണ്, സർവാൻ ഉല്ലംഘ്യ ശാസന. ആരാലും ലംഘിക്കപ്പെടാൻ കഴിയാത്ത
ശാസനയോട് കൂടിയവൾ. ദേവി തീരുമാനമെടുക്കുക മാത്രമല്ല ചെയ്യുക. മഹാറാണി രാജരാജേശ്വരി തീരുമാനമെടുക്കുക മാത്രമല്ല ചെയ്യുക. തീരുമാനമെടുക്കുമ്പം എല്ലാവരോടും കൂടി ആലോചിക്കും. പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തെ ലംഘിക്കുവാൻ സാധിക്കുകയില്ല. അതിനെ ദേവി പ്രാവർത്തികമാക്കും. നമ്മുടെ ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനങ്ങൾ പോലെയല്ല അത്. ഭഗവാൻ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനും അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല, അതായത് ജ്ഞാനതലത്തിൽ, അറിവിൻ്റെ തലത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുക മാത്രമല്ല, അത് പ്രവൃത്തിയുടെ തലത്തിൽ, ക്രിയയുടെ തലത്തിൽ നടപ്പിലാക്കുകയും ചെയ്യും. ജ്ഞാനശക്തിയും ക്രിയാശക്തിയും അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അറിവ് വേണം, ജ്ഞാനം വേണം. ആ തീരുമാനം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കഴിവും വേണം. അപ്പോൾ അറിവും കഴിവും അദ്ദേഹത്തിന് ഉണ്ട്. സകല ലോകഗുരുവും സമസ്ത ലോകങ്ങളിലും തൻ്റെ ആജ്ഞയെ പ്രാവർത്തികമാക്കുന്നവനുമായ ശ്രീഹരിയുടെ ഈ വിധത്തിലുള്ള കൽപ്പനയെ ലോകം മുഴുവനും സ്വശക്തിയാൽ കീഴടക്കിയിരിക്കുന്ന പൃഥു മഹാരാജാവ് ശിരസ വഹിച്ചു. ലോകം മുഴുവനും സ്വശക്തിയാൽ കീഴടക്കി. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിലാണ് ഈ ലോകം വെളിപ്പെട്ട് വരുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് നമ്മുടെ ലോകം. ആ ലോകത്തെ സ്വശക്തിയാൽ, സ്വന്തം ഇച്ഛാശക്തിയാൽ കീഴടക്കി. അതായത് തൻ്റെ കണ്ണ് കാണുന്നതും കാത് കേൾക്കുന്നതും മൂക്കു മണക്കുന്നതും നാക്കു രുചിക്കുന്നതും തൊട്ടറിയുന്നതും എല്ലാം അദ്ദേഹത്തിൻ്റെ അറിവോടു കൂടിയിട്ടാണ്. അൺഅവെയറായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ദ്രിയവും, മനസ്സടക്കമുള്ള ഒരു ഇന്ദ്രിയവും പ്രവർത്തിക്കുന്നില്ല. മനസ്സും ഈ 5 ഇന്ദ്രിയങ്ങളും കൂടി ചേർന്നാൽ ലോകമായി. ആ ലോകം അദ്ദേഹത്തിന് സ്വായത്തമാണ്. അങ്ങനെ ഈ വിധത്തിലുള്ള ഭഗവാന്റെ ഈ വിധത്തിലുള്ള കൽപ്പനയെ ലോകം മുഴുവൻ സ്വശക്തിയാൽ, സ്വന്തം ശക്തി കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തെ കീഴടക്കിയത്. വേറൊരാളുടെ ശക്തി കൊണ്ടല്ല, വേറൊരാളുടെ കഴിവ് കൊണ്ടല്ല അദ്ദേഹത്തിന് ഈ നേട്ടമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ സ്വശക്തി കൊണ്ട് തന്നെയാണ്. സ്വശക്തിയാൽ കീഴടക്കിയിരിക്കുന്ന പൃഥു മഹാരാജാവ് ശിരസ വഹിച്ചു. എന്തിനാ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? രണ്ടുപേരെയും സൂപ്പർലേറ്റീവിലാണ് പറഞ്ഞത്. വേണമെങ്കിൽ പൃഥു മഹാരാജാവിന് അഹങ്കാരമുണ്ടായിരുന്നുവെങ്കിൽ ഭഗവാന്റെ ആജ്ഞയെ തള്ളാമായിരുന്നു. കാരണം അദ്ദേഹവും ലോകത്തെ കീഴടക്കിയ ആളാണ്. തൻ്റെ ആജ്ഞയെ സമസ്ത ലോകങ്ങളിലും പ്രാവർത്തികമാക്കുന്നവനാണ് ശ്രീഹരി. തൻ്റെ ലോകത്തെ സ്വശക്തിയാൽ കീഴടക്കിയ ആളാണ് പൃഥു മഹാരാജാവ്. പൃഥു മഹാരാജാവിന് വേണമെങ്കിൽ ഭഗവാന്റെ ആജ്ഞയെ തള്ളിക്കളയാമായിരുന്നു. അഹങ്കാരി ആയിരുന്നുവെങ്കിൽ. അദ്ദേഹം അഹങ്കാരി ആയിരുന്നില്ല എന്നുള്ളതും കൂടിയാണ് ലോകം മുഴുവനും സ്വശക്തിയാൽ കീഴടക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് ഒട്ടും അഹങ്കാരം ഉണ്ടായിരുന്നില്ല. അഹങ്കാരം പലപ്പോഴും വരിക അൺഅവെയർ ആയിരിക്കുമ്പോഴാണ്. അവയർനെസ്സോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അഹങ്കാരം ഉണ്ടാവുകയില്ല. അഹങ്കാരം എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. അഹത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അഹത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തി പലപ്പോഴും അവയർനെസ് ഇല്ലാതെ വരുമ്പോഴാണ് ഉണ്ടാവുക. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ അൺഅവയർനെസ്സിലൂടെയാണ് വരിക. അദ്ദേഹം അവയർനെസ് ഉള്ള ആളാണ്. താൻ ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അഹങ്കാരമില്ല. അഹങ്കാരമില്ലാത്തത് കൊണ്ട് വേറൊരാള് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അവ തനിക്കും തൻ്റേതെന്ന് താൻ കരുതുന്നവർക്കും ഗുണകരമാണെങ്കിൽ നടപ്പിലാക്കുന്നതിന് ഒരു മടിയും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലോകം മുഴുവനും തന്നെ സ്വശക്തിയാൽ കീഴടക്കിയിരിക്കുന്ന പൃഥു മഹാരാജാവ് ശിരസ വഹിച്ചു. യാഗാശ്വത്തെ അപഹരിച്ചു എന്നുള്ള തൻ്റെ ദുഷ്കർമ്മത്തിൽ ലജ്ജിച്ചുകൊണ്ട് ആ തെറ്റിനുള്ള പ്രായശ്ചിത്തം എന്നോണം പൃഥു ചക്രവർത്തിയുടെ പാദങ്ങളിൽ കൈകൊണ്ട് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നവനുമായ ദേവേന്ദ്രനെ അദ്ദേഹം ഗാഠമായി ആലിംഗനം ചെയ്തു. അതോടെ ഇന്ദ്രനുമായുള്ള ശത്രുതയെ ഉപേക്ഷിക്കുകയും ചെയ്തു. ആശ്ചര്യം തന്നെ. ഈശ്വരോന്മുഖരായിട്ടുള്ളവർക്ക് ശത്രുതയുണ്ടാകാം പലരോടും. പക്ഷേ അത്
ഭഗവത് അനുഗ്രഹ ശക്തിയുടെ ഇടപെടലിലൂടെ രമ്യമായി പരിഹരിക്കപ്പെടും എന്നും കൂടി ഇവിടെ ഭാഗവതത്തിൽ വ്യാസഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. ഇന്ദ്രനെ ഇല്ലാണ്ടാക്കാൻ ആഗ്രഹിച്ച ആളാണ് ഈ പൃഥു മഹാരാജാവ്. ഇന്ദ്രനെ ഇല്ലാണ്ടാക്കാൻ ആഗ്രഹിച്ച ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഭഗവാന്റെ ഈ ഭാഷണമൊക്കെ ഉണ്ടായത്. ഇത് പൃഥു മഹാരാജാവിനോടാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് ഇന്ദ്രനിലും ഉണ്ടായി. താൻ ചെയ്തതും ശരിയായിരുന്നില്ല എന്ന് ഇന്ദ്രന് ബോധ്യപ്പെടുകയാണ്. അപ്പൊ നമ്മളോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ സംവദിച്ചു കൊള്ളണം എന്നില്ല പരമമായത്. പരമമായതിൻ്റെ വാണിയെ അതാരോടായാലും സശ്രദ്ധം കേൾക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അത് നമ്മളിലും മാറ്റം വരുത്തും. ഉദാഹരണത്തിന് ഈ പറഞ്ഞ കഥാഭാഗത്തില് ഭഗവാൻ സംവദിക്കുന്നത് പൃഥു മഹാരാജാവിനോടാണ്, അല്ലെങ്കിൽ ഈ ഭാഗവതം മുഴുവൻ പറയുന്നത് പരീക്ഷിത്ത് മഹാരാജാവിനോടാണ്. അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവിന് മാത്രമല്ല അതിൻ്റെ ഗുണം, പൃഥു മഹാരാജാവിന് മാത്രമല്ല അതിൻ്റെ ഗുണം, ഇത് സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ സംഘർഷത്തിന് കാരണമായി തീർന്നേക്കാവുന്ന എല്ലാ വികാര വിക്ഷോഭങ്ങളും ക്രമേണ അടങ്ങും, അഹങ്കാരവും ഇല്ലാതാകും. ഇന്ദ്രൻ അഹങ്കാരത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ്. ആ ഇന്ദ്രനാണ് പൃഥു മഹാരാജാവിൻ്റെ കാല് തൊട്ട് വണങ്ങുന്നത്. അപ്പൊ അഹങ്കാരരാഹിത്യവും കൂടി ഉണ്ടാവും. അതായത് ഭാഗവതം ശ്രദ്ധയോടുകൂടി കേട്ടാൽ, ഇതിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കേട്ടാൽ, ഇത് നമ്മളോട് നേരിട്ട് പറയുന്നതായിക്കൊള്ളണം എന്നില്ല, അത് നമ്മളിൽ മാറ്റം ഉണ്ടാക്കും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഭഗവാൻ ഇന്ദ്രനെ അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. ഭഗവാൻ പറഞ്ഞത് മുഴുവൻ പൃഥു മഹാരാജാവിനോടാണ്. പൃഥു മഹാരാജാവ് അത് ഉൾക്കൊള്ളുകയും ചെയ്തു. പക്ഷെ അത് പൃഥു മഹാരാജാവ് മാത്രമല്ല ഉൾക്കൊണ്ടത്, പൃഥു മഹാരാജാവിൻ്റെ ഓപ്പോണന്റായി, ഈ സമയത്ത് എതിരാളിയായി നിൽക്കുന്നത് ഇന്ദ്രനാണ്. യാഗത്തെ മുടക്കാൻ വേണ്ടിയിട്ട് അസൂയാ കലുഷിതമായ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത് ഇന്ദ്രനാണ്. അഹങ്കാരം മാത്രമല്ല, അസൂയയുമുണ്ട്, ഭയമുണ്ട്. ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇവിടെ അഹങ്കാരമുണ്ട്, ഭയമുണ്ട്, അസൂയയുണ്ട്. ഇതിൻ്റെ എല്ലാം മൂർത്തിമദ്ഭാവവും കൂടിയാണ് ഇന്ദ്രൻ. പക്ഷെ ഭഗവത് പൃഥു സംവാദം സശ്രദ്ധം കേട്ടു നിന്ന ഇന്ദ്രനിൽ മാറ്റമുണ്ടായി. കേട്ടു നിൽക്കുന്നവരിൽ, ശ്രദ്ധയോടുകൂടി കേട്ടു നിൽക്കുന്നവരിൽ മാറ്റമുണ്ടാക്കാൻ ശക്തിയുള്ളതാണ് ഭാഗവതം എന്ന് ഈ കഥാസന്ദർഭത്തിലൂടെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. യാഗാശ്വത്തെ അപഹരിച്ചു എന്നുള്ള തൻ്റെ ദുഷ്കർമ്മത്തിൽ ലജ്ജിച്ചുകൊണ്ടും ആ തെറ്റിനുള്ള പ്രായശ്ചിത്തം എന്നോണം പൃഥു ചക്രവർത്തിയുടെ പാദങ്ങളിൽ കൈകൾ കൊണ്ട് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നവനുമായ ദേവേന്ദ്രനെ അദ്ദേഹം ഗാഠമായി ആലിംഗനം ചെയ്തു. തൻ്റെ മുമ്പിൽ വളങ്ങി നിൽക്കുന്ന ഇന്ദ്രനെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. ശത്രുത ഇല്ലാണ്ടായി, മിത്രഭാവം ഉണ്ടായി. അപ്പൊ ഭാഗവതം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ ശത്രുത ഇല്ലാതായി മൈത്രീഭാവം പുലരും എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. അദ്ദേഹം കെട്ടിപ്പിടിക്കുകയാണ്, ഗാഠമായി ആലിംഗനം ചെയ്തു. സ്നേഹത്തോടു കൂടിയാണ് ആലിംഗനം ചെയ്തത്, അല്ലാതെ ധൃതരാഷ്ട്രരുടെ ആലിംഗനം പോലെയല്ല ഇത്. ഇത് ഗാഠമായി ആലിംഗനം ചെയ്തു. അതോടെ ഇന്ദ്രനുമായുള്ള ശത്രുതയെ ഉപേക്ഷിക്കുകയും ചെയ്തു. ആശ്ചര്യം തന്നെ, അത്ഭുതമാണ്. എന്താ ഇവിടെ അത്ഭുതം? മനുഷ്യർക്ക് ഇതൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ബുദ്ധിപരമായിട്ട് അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുമായിരിക്കാം മനുഷ്യന് എളുപ്പം, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല. ശത്രുത ശരിയല്ല, അസൂയ ശരിയല്ല, അഹങ്കാരം ശരിയല്ല, ഇതറിയാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ ആ അറിവ് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാധീനത, നമ്മുടെ പരാജയം. ഇവിടെ പൃഥു മഹാരാജാവിന് അത് സാധിച്ചു. അതിന് കാരണം എന്താ? അതിന് കാരണം ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പൊ നമ്മളെടുക്കുന്ന തീരുമാനം ജീവിതത്തിൽ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അനിവാര്യമായതാണ് ഈശ്വരാനുഗ്രഹം. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് സകല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്.
ഞാനും നിങ്ങളും തീരുമാനമെടുത്തു, നടപ്പിലാക്കുന്നു എന്നൊക്കെ പറയാമെങ്കിലും വാസ്തവത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത് ആശ്ചര്യം തന്നെ എന്ന് പറഞ്ഞത്. മനുഷ്യർക്കത്ര എളുപ്പമല്ല. കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദികളാകുന്ന ഷഡ്വൈരികളിൽ നിന്ന് വിമുക്തരാവുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. പക്ഷെ ഇവിടെ അത് അനായാസമായി സാധിച്ചു. അത് ഭഗവത് വാണിയുടെ ശ്രവണ മഹാത്മ്യമാണ്. എല്ലാ ജീവരാശികളിലും ആത്മാവായി വിളങ്ങുന്ന ഭഗവാനെ പൃഥു മഹാരാജാവ് സമുചിതങ്ങളായ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുനിമിഷം അധികരിച്ചു വരുന്ന ഭക്തി ആദരങ്ങളോടെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിച്ചു. സജ്ജനങ്ങളുടെ സുഹൃത്തായ ഭഗവാൻ പോകാൻ ഭാവിച്ചെങ്കിലും ഭക്തോത്തമനായ പൃഥുവിനെ അനുഗ്രഹിക്കണമെന്നുള്ള ആ ആഗ്രഹത്തോടെ അവിടെ തന്നെ കുറച്ച് സമയം കഴിച്ചു. താമരയിതൾ പോലെ സുന്ദരങ്ങളായ നേത്രങ്ങൾ കൊണ്ട് ഭഗവാൻ പൃഥുവിനെ കടാക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാ ജീവരാശികളിലും ആത്മാവായി വിളങ്ങുന്ന ഭഗവാൻ, എല്ലാ ജീവരാശികളിലും സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ള സകലത്തിലും ഭഗവാൻ വിളങ്ങുകയാണ്. ഈ ഒരു അറിവ് നമ്മളിൽ ഉറച്ച, അതായത് എല്ലാ ജീവരാശികളിലും ആത്മാവായി വിളങ്ങുന്നത് ഭഗവാനാണ് എന്ന ധാരണ നമ്മളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരോട് ശത്രുതയുണ്ടായാലും അതാരോടാണ്? ഭഗവാനോടാണ്. നമുക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടായാൽ അത് ആരോടാണ്? അത് ഭഗവാനോടാണ്. നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടായാൽ അത് ആരോടാണ്? ഭഗവാനോടാണ്. നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടായാൽ അത് ആരോടാണ്? ഭഗവാനോടാണ്. അതായത് നമ്മുടെ സകല വികാരങ്ങളുടെയും ഫോക്കസ് ഈശ്വരനായി മാറും. അപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല വികാരങ്ങളും അനായാസമായി ഈശ്വരാരാധനയായി മാറും. ഈ ഒരു ചിന്ത നമ്മളിൽ രൂഢമൂലമായാൽ. ഏതാണ് ആ ചിന്ത? എല്ലാ ജീവരാശികളിലും ആത്മാവായി വിളങ്ങുന്നത് ഭഗവാനാണ് എന്നുള്ള ചിന്ത. ഇതൊക്കെ നമ്മൾ വെറുതെ വായിച്ചു പോവുകയാണ്. ഇതൊക്കെ നമ്മൾ വെറുതെ വായിച്ചു പോവുകയും ഒരു പക്ഷെ ഇതിൻ്റെ ഇന്റലക്ച്വൽ തലത്തെ പറ്റി ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ ഇത് ജീവിതത്തിൽ നടപ്പിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മൾ വെറുതെ വായിച്ച് കേട്ട് പോവുകയാണോ, അതോ ഇത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാ ജീവരാശികളിലും ആത്മാവായി വിളങ്ങുന്നത് ഭഗവാനാണ്. അപ്പൊ നമുക്ക് ആവശ്യമില്ലാതെ ഒന്നിനെയും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, നമ്മുടെ സകല വികാരങ്ങളും ഈശ്വര കേന്ദ്രീകൃതമാകും. അപ്പൊ ഭഗവത്ഗീതയിൽ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകും. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എന്നെ കുറിച്ച് ഏതൊരാളാണോ ചിന്തിക്കുന്നത്. എല്ലാ ജീവരാശികളിലും ഭഗവാൻ തന്നെയാണ് ആത്മാവായി വിളങ്ങുന്നത് എന്ന ആ ധാരണ നമ്മളിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വികാരം ആരോടുണ്ടായാലും അത് ഭഗവാനോടായിരിക്കും. നമ്മുടെ വികാരങ്ങളുടെ മുഴുവൻ ഫോക്കസ് ഭഗവാനായി തീർന്നാൽ ഭഗവാനെ അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കാതെയാകും. ഭഗവാനെ കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും നാം ചിന്തിക്കാതായാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. അല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ തന്നെയാണ് നോക്കുന്നത്. അത് നമുക്കറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സംഘർഷം ഉണ്ടാകുന്നത്, ജീവിക്കാനുള്ള ഈ പെടാപ്പാട് ഉണ്ടാകുന്നത്. മറ്റേത് ഭഗവാന്റെ ഇച്ഛയാണ് നമ്മൾ ഓരോരുത്തരിലൂടെയും പ്രാവർത്തികമാക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം ഒരു സിംഫണിയാണ്. അനായാസകരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതിന് നമുക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? അപ്പോഴത്തേക്കും നമ്മുടെ അഹംബോധം അതിലേക്ക് ഇടപെട്ട് ഞാൻ 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 എല്ലാത്തിലും ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനില്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല. അപ്പൊ എന്തുണ്ടാകും? ഈ അല്പമായ ബോധം അനൽപമായ ബോധത്തെ തടയും. അത് സംഘർഷത്തിന് കാരണമാകും. അങ്ങനെയാണ് ജീവിതം സംഘർഷഭരിതമാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ഭഗവാനാണ് വ്യക്തമാക്കപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരും ആ ഡിവൈൻ അൾട്ടിമേറ്റിന്റെ എക്സ്പ്രഷൻ ആണ്.
ഞാൻ നിങ്ങളുമൊക്കെ ആ ദിവ്യാനുഭവത്തിൻ്റെ ബഹിരാവിഷ്കാരമാണ്. നമ്മൾ ഓരോരുത്തരിലൂടെയും സകല ജീവജാലങ്ങളിലൂടെയും ഭഗവാനാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. അപ്പൊ അത് മനസ്സിലാകാൻ എന്ത് വേണം? എല്ലാ ജീവരാശികളിലും ആത്മാവായി വിളങ്ങുന്നത് ഭഗവാനാണ് എന്നുള്ള ധാരണ ഉറച്ചാൽ മതി. നമ്മുടെ അസൂയ, വിദ്വേഷം ഇതൊന്നും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണ്ട. മത്സരം ഇതൊന്നും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണ്ട. നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത്? ഭഗവാനോടാണ് മത്സരിക്കുന്നത്. നമ്മൾ ആരോടാണ് അസൂയപ്പെടുന്നത്? ഭഗവാനോടാണ് അസൂയപ്പെടുന്നത്. നമ്മുടെ സകല വിചാര വികാരങ്ങളും ഭഗവത് കേന്ദ്രീകൃതമായി തീരുമ്പോൾ അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ. അപ്പൊ നമ്മുടെ ചിന്ത നമ്മൾ അനന്യമായിട്ട് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഭഗവാനെ പറ്റി മാത്രം ചിന്തിക്കും. അപ്പൊ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ആര് നോക്കിക്കൊള്ളും എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്? ഭഗവാൻ നോക്കിക്കൊള്ളും എന്നാണ്. നമ്മളിലൂടെ അല്ലെങ്കിലും ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ കരവിരുത് പ്രകടമാക്കുന്നത്. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഗീത 11-ാം അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകത്തിന്റെ 4-ാമത്തെ പദം. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അപ്പൊ നിമിത്തം മാത്രമായി തീരുക. ഭഗവാൻ നമ്മളിലൂടെ ഒഴുകും എല്ലാ ജീവരാശികളിലും. അപ്പൊ ഈ ഒരു ആശയം ചെറിയൊരാശയമാണ്, കുറച്ച് വാക്കുകൾ മാത്രം ചേർന്നിട്ടുള്ളൊരു വാചകം. അത് നമുക്ക് സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ, നടപ്പിലാക്കാൻ നമ്മൾ പ്രയത്നിക്കുകയൊന്നും വേണ്ട. ഇത് നമ്മളെ അങ്ങോട്ട് ഈ ഭാഗവതം മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ഇതിലെ ചില ആശയങ്ങൾ നമ്മളെ അങ്ങ് വല്ലാതെ സ്വാധീനിക്കും. നമ്മൾ അറിയാതെ അത് നമ്മൾ അനുവർത്തിക്കും. നമ്മുടെ ജീവിതം ധന്യമാകും. ഇതിലെ എല്ലാ ആശയങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇതിലെ ഏതാശയം നമ്മൾ നടപ്പിലാക്കിയാലും നമ്മളുടെ ജീവിതം ധന്യമാകും. അമൃത് ഒരു തവി കുടിച്ചുകൊള്ളണം എന്നൊന്നുമില്ല, ഒരു തുള്ളി കഴിച്ചാലും മതി, അത് അമരത്വത്തിന് കാരണമാകും. അതുപോലെയാണ് ഭാഗവതാമൃതവും. എല്ലാ ജീവരാശികളിലും ആത്മാവായി വിളങ്ങുന്ന ഭഗവാനെ പൃഥു മഹാരാജാവ് സമുചിതങ്ങളായ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുനിമിഷം അധികരിച്ചു വരുന്ന ഭക്തി ആദരങ്ങളോടെ പാദകമലങ്ങളിൽ വീണു നമസ്കരിച്ചു. സമുചിതങ്ങളായ പൂജാദ്രവ്യങ്ങൾ അർച്ചിച്ചുകൊണ്ട് ഭഗവാൻ നേരിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആവാഹനയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം അവിടെ സമുചിതങ്ങളായിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ, അവിടെ അപ്പോൾ ലഭ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള പൂജാദ്രവ്യങ്ങളോടുകൂടി ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ പ്രകടമാകുന്നത് അപ്പോൾ നമുക്ക് ലഭ്യമായ വസ്തുക്കളെ വെച്ചിട്ടാണ് നമ്മൾ പൂജിക്കുക. അപ്പൊ അതുകൊണ്ട് സമുചിതങ്ങളായ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അങ്ങനെ അർപ്പിക്കുമ്പം ഭഗവാനെ അർച്ചിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലക്ഷണം എന്താണ്? അധികരിച്ചു വരുന്ന ഭക്തി ആദരവ്. ആ ഭഗവാനോടുള്ള ഭക്തി, പരമമായ സ്നേഹം, പ്രേമം, അതും ബഹുമാനവും. എന്താ ബഹുമാനത്തിന് കാരണം? ബഹുമാനത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഈ പ്രകടന മാഹാത്മ്യമാണ്. പലതായി തീർന്ന് പല രീതിയിൽ നടനമാടുന്ന അദ്ദേഹത്തിന്റെ ഏകമായ പരമമായതിൻ്റെ അനേകമായി പകർന്നാടുവാനുള്ള കഴിവ് ബഹുമാനം ഉണർത്തും. ഭക്തി, പരമമായ പ്രേമം, അദ്ദേഹം തന്നെയാണ് ഞാനായിരിക്കുന്നത് എന്ന തിരിച്ചറിവ്, അത് ഭക്തിയായി മാറും. അപ്പം അർച്ചിക്കുന്നത് കൊണ്ട്, സമുചിതങ്ങളായിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ അർച്ചിക്കുന്നത് കൊണ്ട് ഭഗവാനോടുള്ള ഭക്തി ആദരവുകൾ കൂടിക്കൂടി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിക്കും. അദ്ദേഹത്തിൻ്റെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരമാൽ അല്ല ഞാൻ എന്ന ബോധം ഉറയ്ക്കും എന്നർത്ഥം. അത് ഭഗവാന്റെ നമ്മൾ അർച്ചിച്ച പൂജാദ്രവ്യങ്ങൾ പോലെ മറ്റൊരു പൂജാദ്രവ്യമായി തീരും നമ്മുടെ ശരീരം. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിന് പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ നമ്മൾ അർച്ചിച്ചു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമ്മുടെ ശരീരമാണ്. വർദ്ധിച്ചു വരുന്ന ഭക്തി ആദരവ് ശരീരബോധത്തിൽ നിന്ന് ഉയരുവാൻ സഹായിച്ച് ഈ ശരീരത്തെയും നമ്മൾ അർച്ചിക്കുകയാണ്. ശരീരം ഹവി എന്ന് ശിവസൂത്രത്തിലൊരു സൂത്രമുണ്ട്. ശരീരമാണ് ഹവിസ്. ആ ശരീരമാകുന്ന ഹവിസും ഭഗവാന് അർച്ചിക്കുകയാണ്. പാദകമലങ്ങളിൽ വീണു നമസ്കരിച്ചു.
വീണ്ടും നമസ്കരിച്ചു. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം.